യെസ്, നമ്മുടെ അതിഥി എൻ ശ്രീകുമാറിലേക്ക് പോകാം. എൻ ശ്രീകുമാർ, ഇത്തരം ഒരു ചർച്ചയ്ക്ക് ആധാരമായ സാഹചര്യം നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന് ഭൂരിപക്ഷം യു ഡി എഫിൽ ലഭിക്കുമായിരുന്നുവെങ്കിൽ മറ്റൊരു നേതാവിനെ പറ്റിയുള്ള ഒരു ചർച്ച പോലും വരുമായിരുന്നില്ല. രമേശ് ചെന്നിത്തല ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞു, വീണ്ടും അതേ ഭരണം ആവർത്തിക്കപ്പെടുന്നു. ആ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറുന്നു. വി ഡി സതീശൻ ആ സ്ഥാനത്തേക്ക് വരുന്നു. സ്വാഭാവികമായി ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് സ്വാഭാവികമായി അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തീർത്തു പറയുകയല്ല, ഒരു ഏകദേശം ഒരു 90% പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെയാകുമ്പോൾ രമേശ് ചെന്നിത്തല ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി മാറി നിൽക്കുന്നു. അദ്ദേഹം വി ഡി സതീശനേക്കാളും മുതിർന്ന നേതാവാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന വി ഡി സതീശനാണ്. ഈ രണ്ട് നേതാക്കൾ ഉള്ളത് കൊണ്ടാണല്ലോ ഈ തർക്കം വരുന്നത്, ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള കാര്യത്തിൽ. അത് സ്വാഭാവികമായും നേതാക്കൾക്കിടയിൽ മാത്രമല്ല, പ്രവർത്തകർക്കിടയിലുണ്ട്, വോട്ടർമാർക്കിടയിലുണ്ട്, മാധ്യമങ്ങൾക്കിടയിലുണ്ട്. എൻ ശ്രീകുമാറിനെ പോലെയുള്ള കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കുമുണ്ട് ആരാണ് മുഖ്യമന്ത്രിയാകുക എന്നതിനെ ചൊല്ലിയൊരു സന്ദേഹം. ആ സത്യമല്ലേ ശ്രീകുമാർ? നോക്കൂ, നമ്മുടെ എല്ലാം മനസ്സിലും നമ്മുടേതായ താല്പര്യമുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അത് കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പൊ ടീം യു ഡി എഫ് എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും വി ഡി സതീശന്റെ ചില നിലപാടുകൾ കാണുമ്പോഴും ഒരു വിഭാഗം ആളുകൾ വി ഡി സതീശന്റെ ഒരു ശൈലി കൊള്ളാമല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് കരുതുന്നവരുണ്ട്. നേരെ മറിച്ച് രമേശ് ചെന്നിത്തല എന്ന സീനിയർ നേതാവാണ്, അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് കരുതുന്നവരുണ്ട്. ഈ രണ്ടുപേരുടെ കാര്യങ്ങളെ കോൺഗ്രസിലെ പറയുന്നുള്ളൂ. പിന്നെ മറ്റുള്ള പാർട്ടികൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ എൽ ഡി എഫിൽ നോക്കൂ, അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ ഒന്നും ഈ പാർട്ടി മുന്നിലേക്ക് നിർത്തില്ല. ഇപ്പൊ പിണറായി അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യമാണ് സി പി എം നേതാക്കളെ അവർക്ക് താല്പര്യമുള്ള ചില മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. പിണറായി അല്ലാതെ മറ്റാര്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറയുന്നത്, അവിടെ മറ്റാരും ഇല്ലേ? ഇപ്പൊ കെ ശൈലജ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ പരിഗണിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പിന്നീട് നോക്കൂ, ആ ടീച്ചറുടെ കഷ്ടകാലമാണ്. ആ ടീച്ചറെ വടകരയിൽ കൊണ്ട് മത്സരിപ്പിച്ചു ലോക്സഭയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലധികം തോറ്റുപോയി. അതിനുശേഷം ടീച്ചർക്ക് വളരെ വളരെ കൃത്യമായി ജയിച്ച 63,000 വോട്ടുകൾക്ക് ജയിച്ച മട്ടന്നൂര് അവിടെ തവണ ടീച്ചറെ മത്സരിപ്പിക്കുന്നില്ല. എന്നിട്ട് അവരെ ടീച്ചർ ഒരിക്കൽ മത്സരിച്ച് തോറ്റ ശ്രീ സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള മണ്ഡലം ഒരു DYFI നേതാവിന് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? അപ്പൊ DYFI നമ്മൾ സാധാരണ ചെറുപ്പക്കാരല്ലേ വലിയ വലിയ ആളുകളെ തോൽപ്പിക്കാനായിട്ട് വിടുക, അല്ലെങ്കിൽ മറ്റേ വലിയ പ്രായമായ സീനിയർ നേതാക്കളെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ ധർമ്മടം വിട്ടിട്ട് സണ്ണി ജോസഫിന്റെ തോറ്റ മണ്ഡലം പിടിക്കാനാണെങ്കിൽ അദ്ദേഹമല്ലേ പോകേണ്ടത്? ശൈലജ ടീച്ചർ എന്തിനാ വിട്ടത്? അതിന് പകരം ശൈലജ ടീച്ചർ വിടുന്നത് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് CPM ഇനി ഒരിക്കലും ശൈലജ ടീച്ചറെ പറയാൻ പാടില്ല. പി ജയരാജൻ എന്ന നേതാവിനെ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് ജയരാജന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയത് CPM? അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വടകരയിൽ മത്സരിപ്പിച്ചു. തോറ്റു കഴിഞ്ഞ ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തില്ല. പകരം എന്താണ്, ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാക്കി. പി ജയരാജൻ വെച്ചാല് ശ്രീകുമാർ ശരിയാണ്. CPM-ന്റെ കാര്യം പറയുന്നത് ഒരു പരിധിവരെ CPM-ന്റെ കാര്യം ശരിയാണ്, നമ്മൾ തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ ഇത്തരം ചർച്ചകൾക്ക് ഒരു സാഹചര്യം ഒരുക്കുന്നത് ഈ കോൺഗ്രസിന്റെ പുതിയ ഘടനാമാറ്റം തന്നെയാണ്. അത് സ്വാഭാവികമല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ? ഇപ്പോൾ പിണറായി വിജയൻ അല്ലാതെ അവിടെ മറ്റൊരാളില്ല, മറ്റൊരാളുടെ പേര് ഉയർത്തുന്നില്ല. അവരുടെ വലിയ ഫ്ലെക്സ് ബോർഡുകളിൽ ഇത്രയും മന്ത്രിമാരുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ തല മാത്രമാണ് ഉള്ളത്. അവരൊരൊറ്റ നേതാവിനെ വെച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ കോൺഗ്രസിൽ വിവിധ തരത്തിലുള്ള നേതാക്കളുണ്ട്, പ്രമുഖരായ നിരവധി നേതാക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ചർച്ച ഉയരുക സ്വാഭാവികമാണ്. അത് തന്നെയാണ് പറഞ്ഞതും. അതെ, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? UDF വരുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതേ സമയത്ത് തന്നെ അദ്ദേഹം പറയുകയാണ് LDF ആണ് വരിക എന്ന്. അപ്പൊ ഇവരൊക്കെ ഓരോ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് താങ്കൾക്ക് അറിയാമല്ലോ, അതിൽ 10 വർഷത്തെ ഭരണം ഒന്ന് മാറണം. വെച്ചാൽ അവർ മടുത്തു എന്നുള്ളതാണ്. കാരണം അത് ഇപ്പൊ ഡോക്ടർ B അശോക് IAS ഉദ്യോഗസ്ഥരാണ് ഈ ഗവൺമെന്റ് കീഴിലുള്ള. ആ ഡോക്ടർ അശോക് പറയാണ് തുടർ ഭരണം എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറും എന്നുള്ളത് അദ്ദേഹം പൊതുവെ പറഞ്ഞതാണ്. ശരിയാണ്. കാരണം ഒരാൾ മാത്രം ഇങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അയാളുടെ ഒരു ഏകാധിപത്യ ശൈലി കൊണ്ടുവരും. അതപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ.
നേരെ മറിച്ച് ഇപ്പൊ ഗ്രൂപ്പോ ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, ചോദ്യം ചെയ്യാൻ ആളുണ്ട് ആ പാർട്ടിയില്. ഒരാള് മുഖ്യമന്ത്രിയായി, അയാൾ മോശമായിട്ടാ പോകുന്നതെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേറെ തുല്യരായ ഒരു 10 പേരുണ്ടാവും. അതാണ് നല്ല നല്ല ജനാധിപത്യത്തിന് അതാ വേണ്ടത്. നേരെ മറിച്ച് ഒരാൾ മാത്രം ഒരു പാർട്ടിയിൽ തീരുമാനിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓർഗനൈസേഷണൽ എത്തിക്സ് പ്രകാരം അവര് ഒറ്റ തീരുമാനം എടുക്കാൻ പാടില്ല. അതായത് ഒരാളൊരു തീരുമാനം എടുക്കാൻ പാടില്ല, വ്യക്തി തീരുമാനം എടുക്കാൻ പാടില്ല, കൂട്ടായിട്ട് തീരുമാനിക്കാവൂ എന്നാണ് അവരുടെ ഓർഗനൈസേഷണൽ എത്തിക്സ് പറയുന്നത്. എന്ന് വെച്ചാൽ 10 പേര് ഇരുന്നിട്ട് തീരുമാനിക്കാവൂ. ഇപ്പൊ 10 പേരുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, ആ സെക്രട്ടേറിയറ്റ് ചേരുന്നില്ല. അതൊരു LDF ഉണ്ട്, LDF ചേരുന്നില്ല. അതുകൊണ്ടാണ് VD സതീശൻ ടീം UDF എന്ന് പറയുന്നത്. ടീം UDF എന്ന് വെച്ചാൽ അതിൽ എല്ലാവരും ഉണ്ട്, ഒരു എന്നാലും അവരുടേതായ ആരാകും എന്നതിനെ ചൊല്ലി കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിൽ തന്നെ ഇപ്പോഴേ ചർച്ച തുടങ്ങിയിട്ടുണ്ടല്ലോ എൻ ശ്രീകുമാർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ PJ കുര്യനെ പോലെ അദ്ദേഹം പാർട്ടിയെ പറ്റി അറിയാൻ വയ്യാത്ത ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ ഹൈക്കമാൻഡിലടക്കം കൃത്യമായി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പരസ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്ത് പറയണം, ഒരു പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ എന്ത് പറയണം, അതൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് പ്രൊഫസർ PJ കുര്യൻ. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ പൊതുവേദിയിൽ, പബ്ലിക് ഇരിക്കുന്ന വേദിയിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത്. സ്വാഭാവികമായി ഇത്തരം ചർച്ചകൾ ഉയരുമല്ലോ. അല്ല, അദ്ദേഹം തന്നെ ഇപ്പൊ 2 ദിവസം, ഇന്നലെ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ എന്നാ പൊതുയോഗത്തിൽ പറഞ്ഞത്, UDF അധികാരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും. അത് ഞാൻ എന്റെ അഭിപ്രായത്തിൽ അന്ന് പറഞ്ഞതാണ്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കോൺഗ്രസ് ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമായിട്ട് News 18 എന്നുള്ള ചാനലിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അത് അവിടെ കഴിഞ്ഞു. കെ സുധാകരൻ പിന്നീട് ആ ചാനലിനോട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഒരു കോൺഗ്രസ് നേതാവും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങളുടെ ആൾ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് എന്താ വെച്ചാൽ UDF-നാണ് അധികാരം കിട്ടുക എന്നൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ്. അപ്പൊ അതൊരു ചർച്ചയാകും. കാരണം 10 പേരുണ്ട് UDF-ന് നേതൃസ്ഥാനത്തേക്ക്. 10 പേരിൽ 2 പേര് വളരെ പ്രമുഖരാണ്. അതിലൊരാള് മറ്റേ മുൻ പ്രതിപക്ഷ നേതാവും, ഒരാൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമാണ്. അപ്പൊ ഈ 2 പേരിൽ ആ 2 പേരെ ആകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വരും. ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, വേണുഗോപാൽ മത്സരിക്കുന്ന പോലും ഇല്ല, അത് വേറെ വിഷയം. അപ്പൊ ഈ 2 പേരിൽ പൊതുസമൂഹത്തിനൊരു ധാരണ ഉണ്ടാവും അവർക്ക് ആരാ മുഖ്യമന്ത്രി ആവേണ്ടതെന്ന്.